ഹായ് പറയും. ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വന്നു. അയ്യോ, കുളിയൊക്കെ കഴിഞ്ഞ് അടിക്കടി ഭ്രാന്ത് തുടങ്ങിട്ടോ. കുളിച്ച് സുന്ദരിയായി മേച്ചിട്ട് ഈ മാക്സിനെ രണ്ടു മൂന്ന് ദിവസം ഒളിപ്പിച്ചിട്ട് കേട്ടോ. അത് ചൂടത്തിട്ടിങ്ങനെ നടക്കാം. അപ്പൊ ഞങ്ങൾ പുറത്തിറക്കിയതാണ്. സത്യം ചൂടായതുകൊണ്ട് മേച്ചി വേണം അനിയും. വേറെ വേശി ചായ കുടിക്കൂ. അമ്മ കുടിക്കൂട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് നമ്മൾക്ക് പത്തിരി. പത്തിരിയാണ്. പത്തിരി ഉണ്ടാക്കിയത് ഞങ്ങള്. ഇന്ന് ഞങ്ങളെ പരിപാടി പത്തിരി. അത് ഞങ്ങളെ എന്താ പറയാ, അത് വിട്ടൊരു കളി ഞങ്ങൾക്ക് ഇല്ല അല്ലേ. ഇന്നും പാട്ട് തന്നെ വാങ്ങി. ഈ പാഴ്സിലെന്തോ കൂടോത്തരം ചെയ്തില്ല. സംഭവത്തിലൊന്നല്ല, ഞങ്ങൾക്ക് ചെറിയ പൈസ കിട്ടും ചെയ്യും. നമുക്ക് ഇറച്ചിയാണെങ്കിൽ ഇപ്പൊ പെരുന്നാളാക്കി ഭയങ്കര റേറ്റാ. നമുക്ക് ചെറിയ പൈസ മേടിച്ചാൽ നമുക്ക് മൂന്നാല് നാളത്ത് കഴിക്കാനുള്ള സാധനം കിട്ടും. അത് വിചാരിച്ചിട്ട് വേറൊന്നല്ല. പത്തിരിപ്പൊടി അത് രാവിലെ എടുത്ത് പൊട്ടിച്ച് തിന്നാൻ നോക്കി. എന്റെ ടീ കുമ്പൽ ചായ കുടിക്കും. കുമ്പൽ ചായ കുടിക്കാൻ ചേച്ചിന്റെ കുട്ടീന്റെ ചേച്ചിന്റെ പോയി പോയേ. കുട്ടി പോണ്ട സ്കൂളില്. ടീച്ചർ ഇന്നലെ അംഗനവാടി ടീച്ചറെ ചെയ്തിട്ടതില്ലേ. അംഗനവാടി ടീച്ചറെ പിന്നെ പ്രവേശനോത്സവം ചേർന്നിട്ടേ. അപ്പം കുട്ടി അംഗനവാടിക്ക് വരണട്ടോ പറഞ്ഞു. നോ ടീച്ചർ നോറ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയുടെ കുട്ടിക്ക് അംഗനവാടിക്ക് പോണട്ടോ, നമുക്ക് പോണം, ബാഗൊക്കെ ഇട്ടിട്ട്. നോ പോണില്ല. ടീച്ചർക്ക് അറിയാം എവിടെയാണ് എന്താ പറഞ്ഞത്. കുട്ടിക്കല്ലോ അറിയാതെ കുട്ടി പോണില്ലാന്നാ പറഞ്ഞത്. കുട്ടി പോകൂല, സ്കൂളില് പോണില്ല. നല്ലൊരു വേഗ് വെച്ചിട്ട് പൂജിന്റെ വേഗേ അക്ക ബുക്കിംഗ് റെഡിയാണ്. മറ്റോട് പഠിപ്പിച്ചെടുക്കുന്നതാ. ഇന്നാളെ ഞങ്ങൾ എങ്ങോട്ട് പോയപ്പോഴേ ഒരു ചെക്കന്റെ മനിയത്തിന്റെ മോള് എന്തോ ചിത്രം കേട്ടോ. എനിക്കൊരു പേരൊന്നും അറിയില്ല, എന്തോ പേര് ഉണ്ടാന്ന് പറഞ്ഞാല് കുട്ടി വരച്ചത് കണ്ടോ? ഇത് കണ്ടോ? നല്ല രസമുള്ള പടങ്ങള് കണ്ടോ? കണ്ടോ? കുട്ടി ആരാ വരച്ചത്? നല്ല രസമുണ്ട് കേട്ടോ കുട്ടി വരച്ചത്. എല്ലാരും കണ്ടോ കേട്ടോ, കുട്ടി വരച്ചതാണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടി വരച്ചത്. മറ്റേ പെൻസിലോട് പോയി അത്. അപ്പൊ ഞാൻ പോയിട്ട് എന്റെ പരിപാടികൾ തുടങ്ങിയാലോ? എന്റെ കലാപരിപാടികൾ തുടങ്ങിയാലോ? സത്യം മക്കളെ, ഇത് കാണുന്നവർക്ക് നമുക്ക് പാഴ്സലാരോ കൂടോത്രം ചെയ്തിട്ടുള്ളത്. നിങ്ങളുണ്ടാവുമ്പോഴല്ലേ പച്ചമീൻ കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ ചോറുന്ന ചായച്ച അങ്ങനെ ഗ്രൂപ്പിൽ അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് എന്നും ഉണക്കമീനാ. എന്നിട്ട് ഇന്നെ എല്ലാരും അതൊക്കെ ഉണക്കമീൻ വിട്ടിട്ടുള്ള കളിയില്ലല്ലേ എന്നോട്. ഞാൻ പറയും ഇവിടെ പോവാനേ ആളില്ല അറിഞ്ഞാൽ. അച്ചുട്ടാ നടക്കും നേരെ അത് വേണം കുട്ടിക്ക്. പിന്നെ സന്തോഷം നടത്തുന്നിട്ട് പറയാൻ എന്താറിയോ, ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ ഞാനും എന്റെ കൂട്ടുകാരും കൂടി അതിന് ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ ഒരു കുട്ടി വന്നിട്ട് അവിടെ ആ കുട്ടി ഇന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല രസമുള്ള കുട്ടി, എനിക്ക് നല്ല ഇഷ്ടമായി കുട്ടി. തട്ടിങ്ങനെ കണ്ണാറൊക്കെ വെച്ച് നല്ല രസമുള്ള കുട്ടി. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അപ്പൊ ഞാൻ അങ്ങനെ ചിരിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ചിരിച്ചു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ ആ കുട്ടി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ അച്ചുമോളെ അടുത്തേക്ക് വന്ന് അച്ചുമോളെ ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്, അച്ചുമോളെ ചിരിക്കുന്നുണ്ട്, പേരെന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അച്ചുമോളോട്. അല്ലെങ്കിൽ ഞങ്ങൾ കുറെ നേരമൊക്കെ വർത്തമാനം പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ പേരെന്താ വെച്ച്. അപ്പൊ ആവണിയാണ് ആ കുട്ടിയുടെ പേരിട്ടോ. അപ്പൊ പിന്നെ ഓക്കിണ്ട് കാർട്ടൂണൊക്കെ കാണിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ മൊബൈലില്. നല്ല കമ്പനി ആയിട്ട് ഓല്. അപ്പൊ ഞാൻ ഒന്ന് കളിപ്പിച്ച ഞാൻ അവിടെ ഇട്ടിട്ട് എന്നിട്ട് ഞാന് ഇത് ഓളിങ്ങനെ കളിപ്പിച്ച്. ചേച്ചിയുടെ കണ്ടില്ല അന്ന് ഹായ് പറഞ്ഞ്. അതിലിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പറഞ്ഞാല്. അപ്പൊ ഞാൻ പേര് ഞങ്ങളെ ചാനലിന്റെ പേര് പറഞ്ഞെടുത്തത്.
അപ്പൊ ഫോണിൽ ഇങ്ങനെ അടിച്ചിട്ട് കുട്ടിയത് ഇത് ഞങ്ങൾ ചെയ്തിട്ട് ചേച്ചിയെ നിങ്ങളെ വീഡിയോ ഞങ്ങൾ എന്നും കാണലുണ്ട് കേട്ടോ. അയ്യോ എന്റെ കിളി പോയിട്ടോ. അവർ എന്റെ അമ്മയൊക്കെ കാണലുണ്ട്, ഞങ്ങൾ ലൈക്കൊക്കെ അടിക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ പറഞ്ഞ് അപ്പൊ പേരൊക്കെ ചോദിച്ചപ്പോ ആവണിയാണ് എന്റെ കുട്ടീന്റെ പേര്. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ അതിന്റെ പേര് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ല ചേച്ചിയാണേ. അപ്പൊ എന്നോട് പറഞ്ഞേ ചേച്ചി നിങ്ങളെ വീഡിയോയിൽ കാണാൻ ഒരു രസമില്ല. സത്യം കുട്ടി പറഞ്ഞു. അല്ല പിന്നെ അതല്ല നേരിട്ട് കാണാനാണ് രസം. ഓ പൊന്നെ ഞാൻ അല്ല ആ കുട്ടി അല്ല സത്യം ചില ആൾക്കാർക്ക് എന്നോട് പറയുന്നത് വീഡിയോയിൽ രസമല്ല, നല്ല പ്രായം തോന്നുന്നു. അല്ലെങ്കിൽ എനിക്ക് കിളവിയായി. അല്ല അപ്പൊ എന്നോട് നിങ്ങളെ വീഡിയോയിൽ കാണാൻ രസം ചേച്ചി, ഇങ്ങനെയാണ് കാണാൻ രസം എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ അതിന്റെ പേര് ഞങ്ങൾ എന്തായാലും പറയുന്ന കാണട്ടോ പറഞ്ഞിട്ട്. അപ്പൊ ആവണിക്കല് ഹായ് അല്ലേ? അത് വേണം. അപ്പൊ ആവണി ഞങ്ങളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണണം അല്ലേ? നമ്മളെ ആളാണ്. ഇങ്ങനെ കാണാനാണ് രസം. അപ്പൊ എന്റെ കൂട്ടുകാരിനോട് ഓ ചേച്ചിക്ക് ഇനി ചോറും കഞ്ഞിയൊന്നും വേണ്ടിയില്ല. പക്ഷെ ഞാനതല്ല കേട്ടോ ഭംഗി പറഞ്ഞതല്ല, ഞാൻ എന്നാലും നമ്മളെ തിരിച്ചറിയുന്നല്ലോ ആൾക്കാരില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ. ആദ്യമായിട്ട് ഒരാൾ പറയല്ലേ ഈ വീട്ടിൽ ഇങ്ങനെ കാണുന്നെങ്കിൽ നമ്മളിങ്ങനത്തെ ചെറിയ വീഡിയോസ് നമ്മളെ തിരിച്ചറിയാനുള്ള സന്തോഷല്ലേ. എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷായിട്ടാണ്. അത്ര വലിയ വീഡിയോസ് ഒന്നും ഇട്ടില്ല അല്ലേ, ഈ അടുക്കളയിൽ വരുന്ന പരിപാടിയല്ലേ. നമ്മളെ തിരിച്ചറിയുമ്പോഴേ സന്തോഷമുള്ള കാര്യം. എനിക്ക് സന്തോഷായി. എന്നാലും നമ്മളെല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു. സത്യം ഞാവണിനെ അവിടെ നിങ്ങൾ കണ്ടിട്ട് ഞാൻ അവിടേക്ക് മിഠായി ആക്കി കൊടുക്കും മഞ്ചി. ഞാവണിനെ കാണുമ്പോ അല്ല മഞ്ചേരിയാണ് അവരുടെ വീട്. വീഡിയോയില് നമ്മൾ ഞാൻ അമ്പലത്തിലേക്ക് പോകുമ്പോ ഞങ്ങൾ കാണാൻ സാധ്യത ഉണ്ട്. ഞങ്ങൾ പോണ അമ്പലത്തിൽ അപ്പൊ ഞാൻ എവിടെ നിന്നെങ്കിലും കാണാൻ ഞാൻ അവിടേക്ക് മിഠായി എന്തായാലും വാങ്ങിക്കൊടുക്കും. അത് വേണം. ഓ പിന്നെ നിങ്ങൾ എന്തെങ്കിലും നമുക്ക് അതിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ചെയ്ത്. നിങ്ങളുണ്ടെങ്കിൽ വീഡിയോസ് ഇരിക്കുന്ന കുട്ടീനെ. അപ്പൊ അവന് കേക്കുണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നില്ലേ. അപ്പൊ അവണിന്റെ അമ്മയ്ക്കും ചേച്ചിയൊക്കെ കടലുണ്ട് പറഞ്ഞു. അവണിന്റെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ അല്ലേ ഹായ്. അയ്യോ അപ്പൊ ഞങ്ങൾ ഈ പച്ചരി കണ്ട അത് ഗ്ലാമറൂടെ തേക്കിട്ട് ആ കുട്ടി പറഞ്ഞു പൊന്നാര മക്കളെ ഇന്നലെ ഒരു കുക്കുംബർ കൊണ്ടതാ, അത് കുട്ടിക്ക് ചെത്തി തിന്നാൻ കൊണ്ടത്. ആ കുക്കുംബർ ഇപ്പൊ തീരുമാനാണ് കൊലതൊക്കെ ചെറിയ ഈ കഷ്ണം കൊണ്ട് അല്ല ഈ കഷ്ണം കൊണ്ട് എനിക്ക് ക്യാമറ വെക്കാണെ ഞാൻ ഒരു 2 കിലോ കൊണ്ടുവന്നു. ഇത് വെച്ചത് പിന്നെ ചെറിയൊരു പീസ് എടുക്കും അങ്ങനെ. നമ്മളെ ഫ്രിഡ്ജ് കേടുന്നോണ്ട് കണ്ടിട്ട് നോക്കി ഇവിടെ കറുപ്പിടങ്ങൾ അധികം കറുപ്പിടങ്ങള് എന്താ ഫോൺ പക്ഷെ ഇങ്ങനെയാണ് പിന്നെ ഭംഗിയില്ലാത്തത്. ഇതിന്റെ പുറത്തുള്ള ആൾക്കാർ നല്ല ഭംഗി. അല്ല ആ കുട്ടിക്ക് എന്തോ പറ്റില്ല. ആ കുട്ടി കണ്ണാടി വെച്ച് നല്ല കണ്ണാണ് ആ കുട്ടിക്ക്. കുട്ടി അറിയാതെ നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കടിച്ചിട്ട്. ആയുധം വെച്ചാണല്ലോ കുഞ്ഞന്റെ കളി. അപ്പൊ ഞാൻ ചോറ് കുഞ്ഞപ്പ വീഴു കുട്ടി വീഴു. പക്ഷെ ഞാനതല്ല എനിക്ക് ഭയങ്കര സന്തോഷായിട്ട് നമുക്ക് നമ്മൾ തിരിച്ചറിഞ്ഞല്ലേ. ഒറ്റ പറയാം ഇത് എന്താ പറയാ കിളി പോയി എന്നൊക്കെ പറയില്ല മോള്. അല്ല അത് വേറെ തന്നെ നേരിട്ടാണ് വാക്ക് മനസ്സിലാവില്ല. അല്ല അതിന്റെ വീഡിയോസ് അപ്പൊ ഞാൻ ഇത് വീഡിയോസ് ചെയ്ത ചുരിദാറാണ് തോന്നിയെടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ചുരിദാർ എടുത്ത് മനസ്സിലായില്ലേ ഇതെങ്ങനെ മനസ്സിലായില്ലേ ചോദിച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞു അത് ചേച്ചി വീഡിയോസ് ഡ്രസ്സ് ഇപ്പൊ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ മടിച്ചിങ്ങനെ നിന്നതാണ് എന്നോട്. സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ ആയി സിനിമയിൽ ആദ്യമായിട്ട് കാന്താരിനെ ആരും തിരിച്ചറിഞ്ഞു. ഭയങ്കര തന്നെ. അല്ല കാന്താരിനെ തിരിച്ചറിയുന്നതിന് സന്തോഷമുണ്ട്. അല്ല നമുക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെ ഓരോരുത്തർ അറിയുമ്പോ നമുക്കൊരു ഇതാണല്ലോ. നമ്മള് വീഡിയോസ് ഇട്ട് ഇപ്പൊ കുറെ കൊല്ലായില്ല നമ്മള് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയിട്ട്. അപ്പൊ ആരെങ്കിലൊക്കെ അറിയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ചിലപ്പോ റീൽസ് ഒക്കെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ റീൽസ് ഒക്കെ ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവരും കളിയൊക്കെ കിട്ടും. നമുക്ക് വേറെ പണിയൊന്നും ഇല്ലായിരിക്കും. പക്ഷെ എനിക്കൊരു സന്തോഷം കിട്ടും അതൊക്കെ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പൊ ഞാൻ പോലത്തെ നോക്കില്ല. പിന്നെ നമ്മളെ ചേട്ടാ എല്ലാത്തിനും സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് വേറെ ആരെ കാര്യം നോക്കേണ്ട കാര്യമില്ലല്ലോ. സപ്പോർട്ടൊക്കെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ കളിയൊക്കെ പക്ഷെ എനിക്ക് സന്തോഷം ഞാൻ കണ്ടു. തീർച്ചയായിട്ടും നമ്മളെ സന്തോഷത്തിന് അങ്ങനെ നമ്മളെ കഴിയുന്നൊക്കെ ചെയ്യാം. അത്രേ ഉള്ളൂ. അത് അല്ല
ഇപ്പൊ ആ കുട്ടി പറഞ്ഞ് കാണലുണ്ട്. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അത് ഇഷ്ടമില്ലാത്തവര് കാണരുത്. ഞാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങള് വീഡിയോ തുടങ്ങിയത് എല്ലാരും നിർബന്ധിച്ചാണ്ട് ഇപ്പൊ നമുക്ക് കാണുന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇഷ്ടമുള്ളവര് കാണുക, ഇഷ്ടമില്ലാത്തവര് നമ്മൾ അത് അങ്ങനെ തന്നെയാണല്ലോ. നമുക്കിപ്പോ യൂട്യൂബിലാണ്, ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരെ വീഡിയോസ് കാണും. ചില ആൾക്കാരെ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. കുറെ ആൾക്കാർ എന്താണ് ഇൻസ്റ്റത്തെ കണ്ടല്ലേ വീഡിയോസ് പലതും പറഞ്ഞു. ഞാൻ മൈൻഡൊക്കെയില്ല. എനിക്ക് ചെയ്യാൻ കഴിയും പോലെ ഞാൻ ചെയ്യത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഒരേ കഴിവ് ദൈവം കൊടുക്കുന്നത്. ആരും ഇതൊന്നും പഠിച്ചു വരില്ലല്ലോ. അതൊക്കെ അവരവർ ഇങ്ങനെ തോന്നും പോലെ എല്ലാരും അവർക്ക് കഴിയുന്ന കഴിവുകള് ഞങ്ങൾ ഞങ്ങളെ വീഡിയോ കണ്ടോളി ആരും അടിച്ചേൽപ്പിക്കില്ല അല്ലേ? ഇഷ്ടപ്പെട്ട ആൾക്കാർ. അപ്പൊ എല്ലാവർക്കും നമ്മളെ പറയുന്നതോ ചെയ്യണോന്നും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മളെന്നും ഈ ചോറും കറിയാ വെക്കുന്നത്. വെറൈറ്റി ഒന്നും കാരണം നമുക്ക് അതിനുള്ള കഴിവുള്ളൂ. കാരണം എല്ലാ ആൾക്കാരും ചെയ്യുമ്പോലെ വലിയ 2-3 കിലോ ബീഫൊക്കെ കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് അതിനുള്ള സാമ്പത്തികം നമുക്കില്ല. അപ്പൊ നമ്മളെ കഴിയുന്ന ചെയ്യാം, അത്രേ ഉള്ളൂ. എല്ലാവർക്കും കഴിയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ അതിന് വലിയതൊന്നും പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അത് മുന്നോട്ട് പോകില്ല വെറുതെ. പിന്നെന്താ അറിയോ, നമ്മള് കുറ്റം പറയാൻ 100 ആൾക്കാരുണ്ട്. എത്ര നല്ലത് നന്നായി ആരും പറയില്ല. അത് പറയില്ല. അത് നമ്മളെ മലയാളികളുടെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോ. ഇപ്പൊ ഞാൻ ചെറിയ ടെൻഷൻ ആക്കി ഓര് പറയാ. ഞാൻ ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ. അമ്മനൊട്ടി സുന്ദരിയാണ്, വെളുത്ത്. അതത്ര കളറുണ്ട്. ഞാൻ കുളിക്കൂല. അമ്മ സുന്ദരിയാ? അമ്മ സുന്ദരിയാ? അമ്മ സുന്ദരിയാ? നോക്ക്. അമ്മ സുന്ദരിയാണ്. വൈറ്റ് വാഷ് ചെയ്യേണ്ടി വരും. ഇന്നാലും കല്യാണത്തിന് വേണ്ടി ചുരിദാർ ഇട്ടിട്ട് ഞാനേ ആ ജീൻസിന്റെ പുതിയ ടോപ്പിലാ വാങ്ങിയ 2 വാങ്ങിയല്ലോ. 3 ഒന്ന് ഉച്ചിരണ്ടെണ്ണം. ആ ടോപ്പ് ഇട്ടിട്ട് കഴിച്ചിടിപ്പിച്ചിട്ടുണ്ട്. അടിച്ചതോ? ആ കള്ളികളില്ലേ അത് ഊരിട്ട് ഞാന്. എന്നെ വേറെ ഇട്ട് രച്ചല്ലാ അമ്മച്ചി രച്ചല്ലാ. കുട്ടിക്ക് അറിയാം. കുട്ടീന്റെ മാക്സി ഉണ്ടോ? മേടിക്കുന്ന മാക്സി മഴക്കാലത്തൊക്കെ നല്ല ചൂടിട്ടു. ചെട്ടിയൊന്നും ഇട്ടിട്ടില്ല. കുഞ്ഞിച്ചണ്ടി ആരെ? കുഞ്ഞിച്ചണ്ടി പിച്ചില്ലേറ്റി? ഒന്നുമില്ല സാറേ. ആ പൈസക്കുള്ളത് കിട്ടുള്ളൂ. കൊടുത്ത കാശിനല്ലേ സാധനം തരുള്ളൂ. അല്ലാതെ കടയിലുള്ള മുഴുവൻ തരുമോല്? ഒരു നല്ലതുമില്ല. എന്താണ് പിന്നെ? ആ തേച്ചോളി കുട്ടി തേച്ചോളി. അപ്പൊ നമ്മൾ ഇത് വെച്ച് ഗ്ലാമർ കൊല്ലി ഞാൻ അവിടെ വെച്ചവരെ ഞാൻ പിന്നെടുത്ത് വെച്ചാന്നെ. അപ്പൊ ഞാൻ പോയിട്ട് പാർട്സ് ഒക്കെ പത്തിരി എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പത്തിരി ഉണ്ടാക്കിയില്ല. പത്തിരി ഞങ്ങൾ കൊറേ എന്തായി തീരുന്നറിയില്ല. ഉണ്ടാക്കിട്ട് കളിച്ചാൽ ഒന്നെങ്കിൽ മൈദ കൊണ്ട് മറ്റാ അപ്പം ചുട്ടോലോ ഉറപ്പുള്ള. ഞാൻ എന്നാലും ഉണ്ടാക്കി നന്നായിട്ടോ. എനിക്ക് എന്താ പറയാ വാട്ടി കുഴയ്ക്കുമ്പോഴൊരു എന്താ സംഭവം ടെമ്പർ കൂടുക. എന്താണ് അപ്പൊ അതിന്റെ ട്രിക്ക് വരും? ഇങ്ങനെ കുഴക്കാനിട്ടാ. അങ്ങനെയല്ല, ടെമ്പറായി പോവാ സാധനം. ഇപ്പൊ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ച കഴിയുമ്പോ തന്നെ നീച്ചു നിൽക്കും. ന്യൂസ് പേപ്പർ പോലെ ഇങ്ങനെ വട്ടി പോലെ നിൽക്കും. പിന്നെ മോനെ ഒരു ലേശം വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ഒന്ന് ഫേസ് ആക്കേണ്ടി വരും. അല്ലാതെ നടക്കുന്നിരിക്കുന്നു. മാറ്റിക്കല്ല സത്യം പറയുമ്പോ. പൊന്നാര മക്കളെ, ഒരു ബമ്പം പണി കിട്ടീന്. ഇവിടെ നോക്കിയാ മല്ലിക്കെട്ടിന് ഞാൻ കാട്ടിത്തരാം. പത്തിരിക്ക് കുഴച്ചിട്ടതാ. ഒരു മഞ്ഞുമല ഇടിഞ്ഞ പോലെ ഉണ്ട്. വെള്ളേറി ഇതിലോ. ഞാൻ അപ്പൊ എങ്ങനെ റെഡിയാക്കുന്ന ആലോചിക്കുക. അയലക്കത്തെ നമ്മളെ താത്ത ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ഒരു പാത്രം പൊടി കൊടുത്ത്. നാണം കെടുത്തതല്ല, താത്തേന്റെ അടുത്ത് പോയി ഒരു പാത്രം. ഇത് വാട്ടി ഇതാക്കാൻ അറിയില്ല. ഞാൻ ആകെ 1-2 പ്രാവശ്യം പത്തിരി ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയല്ലോ ചപ്പാത്തി ഇതൊക്കെ റെഡിയാക്കും. പക്ഷെ പത്തിരിക്ക് അറിയില്ല സത്യം. പക്ഷെ തിന്നാക്കി നല്ല പൂതി. അത് ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് അതന്നെ പത്തിരി. എന്റെ മോള് വരണ്ട.
ഞാനേ ഇതിന് ഒരാഴ്ചക്കുള്ള പത്തിരി ഉണ്ട് നമുക്ക് പൊടിക്ക് വെള്ളം കയറി പൊടിയിട്ട് കയറി ഞാനാ റെഡി ആക്കും നിങ്ങള് കണ്ടോളി. താത്തേന്റെ പൊടിയും തികയില്ല. ഇനിയിപ്പോ ഡ്രസ്സ് മാറി പോകേണ്ടി വരും. ഇത് ഇവിടെ വേറൊരു പത്തിരി ഉണ്ടാക്കല് കാര്യം. എന്നെ നാളെ കെടുത്തലികള് ആൾക്കാരെ ഇത് ഉണ്ടാക്കാൻ അറിയില്ല. അല്ല നമ്മൾ വേറൊന്നുണ്ട്, നമ്മളിത് തീരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് അറിയാത്തോണ്ടാ ഉണ്ടാക്കുന്നത്, സത്യം എനിക്കറിയില്ല. അതുകൊണ്ട് എന്ത് പ്രസ് സംഭവിക്കും? എവിടെ നമ്മളെ പ്രസ് ഉണ്ടായിട്ട് കാര്യണ്ടോ? ഇത് റെഡിയായി. ഇത് ഇനി പൊടിയിട്ട് പരത്തിയാ മതി. എന്നാ പണിയുണ്ട്. ആ ഒരു സെറ്റ് റെഡിയാക്ക്. ഈ സെറ്റ് ഇവിടെ നിക്കട്ടെ. പിന്നെ പൈസ മക്കളെ തുമ്പില്ലാതെ കണ്ട പാടിങ്ങി ഉണ്ടാക്കുമ്പോ കണ്ടോളി. ഞാൻ റെഡിയാക്കി പോരെ. ഓക്കെ മതി, അത് കേട്ടാ മതി. ആകെ സാധാരണ എന്തുണ്ടാക്കുമ്പോ ചിലപ്പോ കേടൊക്കെ ചെയ്യും. തേപ്പ് ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ സിമെന്റിൽ വെള്ളമൊക്കെ ചെയ്യൂലേ കുറച്ചൊക്കെ. അതിനുള്ള പണി പിന്നെ എടുക്കും ഞങ്ങള്. അതിന് ഞാനത് എടുക്കും. ആരും പത്രം അല്ലേന്ന് എക്സ്പേർട്ട് ഒന്നല്ല. എല്ലാ പഴങ്ങളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. ആയിക്കോട്ടെ. എന്റെ കുട്ടി നോക്കി അതിന്റെ കൈയൊക്കെ ആയത് നിങ്ങളല്ലേ കൊടുത്തത്. ഉണ്ടാക്കിക്കോളി, ഉണ്ടാക്കിക്കോ. പൊന്നാര മക്കളെ പണി കിട്ടി. ഒരു പാക്കറ്റ് പൊടി വാങ്ങിട്ട് പോയിട്ട് നാണം കെടുത്തലിട്ടോ. ആയിട്ട് കാണിച്ചു കൊടുത്താ പോരെ. നാണം കെടുത്തലികള് വെള്ളം ഏറിയില്ല സാധനം ഇതാ പിടിക്കുന്നുണ്ടോ. പോയിട്ട് ഒരു പൊടി കഴിച്ചിട്ടേ വേഗം വരാം. നടക്കൂല. പൊടി അടിക്കുമ്പോ ചിക്കൻ റെഡിയാക്കട്ടെ. പണി പാടി. അപ്പൊ നമ്മളെ ആശാന് പത്തിരിപ്പൊടി വാങ്ങാൻ പോകാട്ടോ. അപ്പൊ നമ്മളെ ആശാൻ പത്തിരിപ്പൊടിയായിട്ട് വന്നിട്ടോ. അങ്ങനെ ഞങ്ങള് പത്തിരി ഉണ്ടാക്കിയ കുളമായി. കവറിലിട്ടില്ല. അപ്പൊ പത്തിരിപ്പൊടി എനിക്ക് ചിരി വരാ. അയ്യോ പൈസ നിങ്ങള് കണ്ടോളി. പത്തിരി തിന്നുന്ന പൂതിന്റെ കഴിഞ്ഞിന് ഏകദേശം. കാരണം അബദ്ധം ഞാന് കൂലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കണ്ടില്ല എന്റെ പോക്കൊക്കെ. ഇങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം പത്തിരി ഹോട്ടലിൽ നിന്ന് വാങ്ങി തിന്നാ മതിയായിരുന്നു. അബദ്ധമാണ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇത്തിരി വെള്ളം 1 കിലോ പൊടി ഇപ്പൊ പോയി, 1/2 കിലോ പൊടി ഇപ്പൊ വാങ്ങി. ഏതായാലും നമ്മളെ പത്തിരി ഈ ഇത് ഏകദേശം ആയിന്. ഈ കറിയൊക്കെ റെഡിയാകട്ടെ. ചിക്കൻ നമ്മളെ അവിടെ ഉണ്ട്. എന്തായി സെറ്റാക്കും. പത്തിരിയൊക്കെ റെഡിയാക്കണ്ടോ. അത് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോ അങ്ങനെ പറ്റും. ഇനി അടുത്തേല് നമ്മള് ദമ്മാക്കി ഉഷാറാക്കട്ടോ. അടുത്തേല് ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ. ആൾക്കാർ കളിയാക്കൂലൊന്നുമില്ലെങ്കിൽ അറിയിച്ചേക്ക്. കളിയാക്കാനൊന്നുമില്ല, നമുക്ക് അറിയില്ലല്ലോ. അത് നമ്മള് ഇത് ഉണ്ടാക്കിയിട്ട് അല്ല, ഇത് നമ്മളങ്ങനെ ഉണ്ടാക്കലില്ല, വല്ലാതെ ഉണ്ടാക്കല്. ഞാൻ പറയും വാട്ടി കുഴക്കാൻ അറിയത്തില്ല. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കലേ കേട്ടോ. ഞങ്ങൾക്ക് പുതിയ ഞങ്ങൾ അങ്ങാടിന്നുണ്ടല്ലോ അല്ലേ. അതെ അതെ അതെ. ആരോട് പറയാൻ പറ്റില്ല കേട്ടോ. അതൊന്നും സെറ്റായി വരുന്നുണ്ട് കേട്ടോ സാധനം. കുഴപ്പമൊന്നുമില്ല. പത്തിരി വീഡിയോ ഒന്നൊരു കുളമായ പത്തിരി വീഡിയോ അല്ലേ. കോളായിട്ടൊന്നുമില്ല, ചെറിയ വെള്ളം കൂടി. എന്റെ ഒരു 10-50 റുപ്യ പോയി. ഇവിടെ കച്ചമോള് കാട്ടി വെച്ചേക്കാണ്. നോക്കണ്ട, ചുന്ദരീനെ അവിടെ ഞാൻ സൈഡിൽ കൊണ്ട് വെച്ചിന്. അല്ല പരിപാടി നടക്കൂല. അച്ചുമോള് ഷെഡിയൊക്കെ ഇട്ടിരിക്കാണ്. അങ്ങനെ അവസാനം നമ്മുടെ പത്തിരി സെറ്റാക്കി എടുത്തിട്ടോ. അല്ല ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. സെറ്റായി. ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട്. അല്ലല്ല ഫസ്റ്റ് കുറച്ച് വെള്ളം ഏറിയെന്നുള്ളൊരു പ്രശ്നം ഉണ്ടായി. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. അത് നോക്കണ്ട, എല്ലാം നമ്മൾ പരീക്ഷിക്കാണല്ലോ. അല്ല കുഴപ്പമില്ല, ഇപ്പൊ സാധനം ഉഷാറായിട്ടോ. ഞാൻ വിചാരിച്ചു പാളിന്ന് വിചാരിച്ചു, പാളിയില്ല. സംഗതി ടോപ്പായി. അവസാനം ഫൈനലിൽ എത്തിയപ്പോ പത്തിരിയൊക്കെ ടോപ്പായി. അടിപൊളി കേട്ടോ. ഇനി നമുക്ക് കഴിക്കാം. സമയം 12 മണിയോടെ അടുത്താവണം. 12 മണിയോടെ അടുത്തായി എനിക്ക് തോന്നുന്നു. അത്ര അതിൻ്റെ ആവണം എൻ്റെ അഭിപ്രായത്തില്.
അച്ഛമ്മ പാട്ട് വെക്കാന് അച്ചോള് സുന്ദരി ആയിട്ട് ഇവിടെ ഉണ്ട് ചെട്ടിയാര ഉടുപ്പ് മേശ കിട്ടുന്നുണ്ട് സുന്ദരി ആയിന് ചെറിയും പത്തിരി അല്ലേ നിങ്ങൾക്ക് എത്ര വേണം പത്തിരി നിങ്ങൾ വേണ്ട അറിയില്ലല്ലോ കുറച്ച് മതി അറിയില്ലല്ലോ എടുത്തോ കുറച്ച് 4 എണ്ണൊക്കെ എടുത്തോ 4 5 മതി വേണ്ട 4 അല്ല അത് 2 എണ്ണം എടുത്ത് ഏറെ വേണമെങ്കിൽ പിന്നെ എടുക്കാലോ നമുക്ക് അച്ചോളെ പാത്രം അവിടെ അച്ചോളെ പാത്രം എടുക്കൂ കഴിക്കാന് ഒരു കുഴപ്പമില്ല പത്തിരിക്കണ്ടോ കുറച്ചൊരു ഇതുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല നമ്മളല്ല കഴിക്കുന്നത് വേറെ ആരില്ലല്ലോ അപ്പൊ 3 മതിയോ അച്ഛമ്മോടെ പാട്ട് വെക്കാന് അച്ഛമ്മോട് വെക്കാണ് ഇന്നാൾ ഇവിടുന്ന് ഒരു ക്ലാസ്സേ പൊട്ടിച്ച് കുപ്പി ക്ലാസ് ഞാൻ പേടിച്ച് ഒന്നായിട്ട് കിലുകിലോറൊരു സൗണ്ട് ഇട്ടപ്പോ ഞാൻ ഓടി വന്നതാ ഞാനേ പൊട്ടി ഇതിന്റെ ചില്ലേ പൊറക്കോള് എന്നിട്ട് എന്നോട് കേട്ടോ ക്ലാസ് പൊട്ടിയേ പൊട്ടിക്ക് നോക്കി പപ്പ പക്ഷെ കൊത്തി കൊണ്ടുവന്ന് വാങ്ങിയതല്ലേ നിന്നോട് ദേഷ്യം പിടിച്ചിട്ടറിയപ്പോ ഞാൻ 1 2 3 5 എടുത്തോ കുറക്കണ്ട ഞാൻ തടി മെലിഞ്ഞതൊക്കെ എല്ലാരും പറയും എന്താ നിങ്ങൾക്ക് പറ്റിയത് ഇത്ര മെലിഞ്ഞെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറ്റാണ് അവര് മാത്രം ചോറും തിന്നുന്നത് അപ്പൊ ഞാനൊരു 1 2 3 4 പത്തിരി ഇട്ടു കഴിച്ചോളൂ ഇത് കട്ടില്ല പത്തിരി ഐസ് പത്തിരി അല്ലേ അപ്പം അധികത്തൊന്നും ഉണ്ടാവില്ല വിശപ്പൊന്നും മാറി ചോറുണ്ട് കേട്ടോ കുറച്ച് ചോറ് നിങ്ങൾ കഴിക്കണം കേട്ടോ കുളമായി ചളമായ ഞങ്ങളെ പത്തിരി വീഡിയോ ആണ് ഇട്ടെന്ന് അപ്പൊ എല്ലാരും ലൈക്ക് അടിച്ച് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ ഞാനൊന്ന് ടേസ്റ്റ് ആവട്ടെ ആദ്യം ഞാൻ ഉണ്ടാക്കിയതല്ല പത്തിരി നല്ല ചൂടാട്ടോ പുക പോണക്കി എങ്ങനെ ഇട്ടോ കേട്ടോ ചൂടാത് എന്റെ വായ ഉള്ളിണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിരിച്ചിങ്ങനെ ഇണ്ടാതി കഴിച്ച് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ടോ കറിയിലൊക്കെ അടിപൊളി വറുത്തരച്ച ചിക്കൻ ആണെങ്കിൽ അപ്പൊ അടിപൊളി കേട്ടോ കുഴപ്പമൊന്നും കേട്ടോ പത്തിരിക്ക് ചളായാലും ഞാനത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഞാൻ കറക്റ്റ് ഒരു പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പൊ ഞങ്ങൾ തിന്നിട്ട് നല്ല വിശപ്പ് സമയം ഒരുപാടായി അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം ഞാൻ ഇത്ര വീഡിയോ ടാറ്റാ ടാറ്റ കൊടുക്ക് ബായ് പറ ലൈക്ക് അടിക്കണം പറ ഓക്കെ എന്നാ